ഓർക്കുമ്പോൾ ഒരു വിഷമം അത്. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ നിനക്ക്. എടാ ഞങ്ങൾ ഇത്രയും പേര് കൂടി ഇവിടെ ഒരു സ്ഥാപനം നടത്തുക, നീ മാത്രമുള്ളൂ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത്, മനസ്സിലായി? ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിനക്കറിയാലോ വീട്ടില് അരി പോലും മേടിക്കാനുള്ള പൈസ ഇല്ല, എന്നിട്ട് ഞാൻ ഇത് മുമ്പോട്ട് കൊണ്ടുപോയി, മനസ്സിലായോ? ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കി. പെണ്ണുമ്പോൾ തൊഴിലുറപ്പിന് പോയി ഒന്ന് വീണ് അവളെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഓ നിനക്ക് അതൊക്കെ അപ്പൊ കാര്യം. അപ്പൊ ഇതൊന്നും ഒരു വിഷയമല്ല. അത് ബുധനാഴ്ചയല്ലയോ? അപ്പൊ ഇന്നലെ ചൊവ്വാഴ്ച പണിത പണിക്കൂലി ഇന്ത്യേ. വീട്ടിൽ അരി മേടിച്ചില്ല, മക്കൾക്ക് പലഹാരങ്ങളൊന്നും മേടിച്ചില്ല, അപ്പൊ അതൊക്കെ മേടിച്ച് കൊടുക്കണ്ടേ ഞാൻ വീട്ടിൽ? ഇവിടെ ഇതൊക്കെയാണോ നിനക്ക് വിഷയം? നീ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന നിപ്പിൽ ഒരു ആടിനെ പിടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഈ കാര്യം നടത്തിയത്, മനസ്സിലായോ? ഇത് പിന്നെ അങ്ങനെ മുമ്പോട്ട് പോകും. ഞാൻ പൈസ ഒപ്പിക്കാൻ നോക്കി, ഇപ്പൊ പെൻഷൻ കിട്ടുന്നില്ല അമ്മമ്മയ്ക്ക്, അത് എടുക്കാൻ ഞാൻ രാത്രി പരമാവധി നോക്കിയതാ. എന്നിട്ട് ആ വലിയ ഉറങ്ങത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടാ ഇത് പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും? നീ ഇത് പറ. ഇപ്പൊ നീ ഇത് കണ്ടോ, ഇതിനകത്ത് എത്ര പേര് പിരിവ് തന്നു നോക്കിയേ, ഇത് കണ്ടോ എത്ര പേര് പിരിവ് തന്നു നോക്കാം, ഇത് കണ്ടോ എല്ലാവരും നിന്റെ പേര് മാത്രമല്ല ഇല്ലാത്തത്. ഇപ്പൊ ഞാനിങ്ങനെ അവനെ വിളിക്കാനോ? അവനെ വിളിച്ച് ചോദിക്കണോ? ചോദിക്കുന്നു. ഹലോ സുരേഷേ, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷമാണോ? അതുകൊണ്ട് എനിക്ക് എന്തുവാ വിശേഷം? എടാ എന്തൊരു കാര്യം പറഞ്ഞ അത് അതുപോലെ ചെയ്യണ്ടേ? നീ ഇറങ്ങുമോ? എടാ ഞാൻ ഇറങ്ങത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, അവള് വിടത്തില്ല. രമേശേ, എടാ നീ ഇന്ന് ഇറങ്ങുമോ ഇല്ലയോ? ആഹാ എടാ അവൻ ഇറങ്ങുന്നില്ലെന്ന്. പെണ്ണുമ്പള വന്നതാണ് അതാ ഇറങ്ങാത്തെ. ആ പെണ്ണുമ്പള വന്നതിന്റെ അല്ല, ഇന്നലെ അവന് തേങ്ങാൻ ഓടിക്കാൻ കയറി, അതിന്റെ മുതലാളി വന്ന് അതിന്റെ ചുവട്ടി നിൽക്കുക. അവൻ ഇന്ന് ഇറങ്ങുന്നില്ല, നാളെ ഇറങ്ങുന്നോളാം. ഇതിപ്പോ അതാക്കൽ പോട്ടെ. ഇതിപ്പോ നിന്റെ ഇപ്പൊ എത്ര ഉണ്ട്? 150 രൂപ കാണും. ബാക്കി ആരെയെങ്കിൽ ആരാ മേടി മതിയോ? മതി, കാര്യം നടക്കണ്ട. നാളെ ഈ ഉഴപ്പ് കാണിച്ചല്ലേ കേട്ടോ, ഞാൻ എഴുതിയിട്ടേക്കാം. വെള്ളം അടിച്ചിട്ട് പിന്നെ മനസ്സിൽ വെച്ചൊന്നും പെരുമാറുന്നില്ല. അതൊന്നുമില്ല. അല്ല നീ വീട്ടിൽ ചെന്ന് അലമ്പുണ്ടാക്കല്ലേ? ഞാൻ വീട്ടിൽ പോയി അളുമ്പൊന്നും ഉണ്ടാക്കത്തില്ല. ആര് പറഞ്ഞ അളുമ്പുണ്ടാക്കുന്നത്? നീ കഴിഞ്ഞ ദിവസം അലമ്പുണ്ടാക്കിയല്ലോ. എടാ അത് പിന്നെ എങ്ങനെ അളുമ്പുണ്ടാക്കും? കാരണം നമ്മൾ കന്ന് കഷ്ടപ്പെട്ട് വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വീട്ടിലേ ഞാൻ വിചാരിച്ച ഒരു 2 കിലോ ചിക്കനൊക്കെ മേടിച്ചിട്ട് ചെല്ലാന്ന്. അതും മേടിച്ചിട്ട് അവളെ കൊണ്ടുത്തിട്ട് ഞാൻ പറഞ്ഞടി ഇത് വൈകിട്ട് കറി വെക്കുകയോ പൊരിക്കുകയോ എന്തെങ്കിലും ചെയ്യടി എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറയുക അവക്കിത് കൊലച്ചോറാന്ന്. കൊലച്ചോറോ? ദേഷ്യം വരുന്നില്ലയോ? ഇവിടെ പൊട്ട കൊലച്ചോറല്ല, ഈ വറുത്തും പൊരിച്ചാലും നമുക്ക് കൊളസ്ട്രോൾ എന്നായിരിക്കും പറഞ്ഞേ. കൊളസ്ട്രോൾ എന്നാ പറഞ്ഞേ? കൊളസ്ട്രോള്. നീ 2 ദിവസം എവിടെ ആയിരുന്നു? നിന്നെ 2 ദിവസം കാണാനൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, ഞാൻ ഹരിപ്പാട് വരെ പോയി. ഹരിപ്പാട് നേരെ ഞാൻ അങ്ങ് പായ്പാട്, അവിടുന്ന് അങ്ങ് ചേപ്പാട്, ലാസ്റ്റ് ഊപ്പാട് വന്ന് ഇറങ്ങി. അതേ സ്ഥലം? ആ സ്ഥലമല്ല, ഇത്രയും ബസ്സേ കയറിയപ്പോഴത്തേനെ ഊപ്പാട് വന്ന് അങ്ങനെ ഇറങ്ങി പോന്ന. 10ാം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ട് നീ എന്ത് പറഞ്ഞേ? ജീവിതത്തിൽ കല്യാണമേ കഴിക്കത്തില്ലെന്ന് ആണോ? അങ്ങനെ പറഞ്ഞു. പക്ഷെ നിന്റെ മാറ്റം ഭയങ്കരമായിരുന്നല്ലോടാ. പെട്ടെന്ന് കല്യാണം കഴിച്ചു, ഇപ്പൊ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞും. എന്താ പറ്റിയ മാറ്റം വരാനുള്ള കാരണം? സംഭവം എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ ബസ്സിലേക്ക് കയറുമല്ലോ, ഭയങ്കര തിരക്കാണെങ്കിൽ ഒരു കുഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടും. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ കല്യാണം കഴിച്ചത്. സീറ്റ് കിട്ടാൻ വേണ്ടി? സീറ്റ് കിട്ടാം. ഒരു വെള്ളം എടുത്ത് വെച്ചിട്ട് പോവാം. എളുപ്പം കോരെ ഇന്ന് പത്തടിച്ചിട്ട് ഞാൻ പോയിട്ട് വരുമ്പോഴത്തേനും നീ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കണം. അതൊക്കെ ഉള്ളത് ഞാൻ ക്ലാസ് ഞാനിപ്പോ വീട്ടിൽ എടുത്തോണ്ട് വരാം. അവള് വരുന്നതിന് മുമ്പേ വരികയും വേണം. മതി എടുക്ക്. പിടിച്ചേ ഞാൻ പോയി സാധനം മേടിച്ചിട്ട് വരട്ടെ. ഞാൻ ഗ്ലാസ് ഒപ്പിച്ച് ടച്ചിങ് ഒപ്പിച്ച് വെച്ചേക്കണം. ഓക്കെ ഗ്ലാസ് എടുത്തോണ്ട് എളുപ്പം പറഞ്ഞേ. സമയങ്ങളല്ലേ? ഇല്ല ഭൂതങ്ങൾക്കൊരു ഭൂതം, ഭൂമി കറക്കണ ഭൂതം, ബുംബും ചിരിയുടെ മേളം. ജിംബുംബ ആലംബന ആലംബന. ഹലോ ചെമ്പകമല്ലി, പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ആധാർ കാർഡും SSLC ബുക്കും എടുത്തോണം കേട്ടോ. എടി വിഭാഗം രജിസ്റ്റർ ചെയ്യണ്ടേ? അത് പിന്നെ എപ്പം ചെയ്യാനാ? പിന്നെ നീ തന്ന 5000 രൂപ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മൊബൈലിനകത്ത് കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പറ്റത്തില്ല മോളെ, നമ്മൾ പോയി ജീവിക്കണ്ടേ. പിന്നെ കുറച്ച് നമ്മൾ തമിഴ്നാട്ടിലാണ് പോകുന്നത്, കുറച്ച് തമിഴ് നിന്നെ ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ? ഇങ്കെ വാങ്കെ എങ്കെ. പിന്നെ വേറൊരു കാര്യം, മുഖത്തിന്റെ പേര് മാത്രം നീ പറയരുത് തമിഴ്. കാരണം നമ്മുടെ പോക്കറിയാമല്ലോ, ലാസ്റ്റ് അതായിരിക്കും നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് മുഖത്തിന്റെ പേര് മാത്രം നീ പറയണ്ട. എടി നിന്നെ കൊണ്ട് ഞാൻ പോകും. 7:17 ആവുമ്പോ നീ സ്റ്റാൻഡിൽ വന്ന് നിൽക്കണം. 16-ന് ഞാൻ അവിടെ കാണും.
നിന്റെ 6:16 നിന്റെ അമ്മുമ്മയുടെ നീ അതല്ലേ പറഞ്ഞത് വൈകിട്ട് 7:16 ഞാൻ അവിടെ സ്റ്റാൻഡിൽ കാണുമെന്ന്. ആ